ഒരിക്കൽ ഒരു യുവ ചിത്രകാരൻ തന്റെ പെയിന്റിംഗ് തിരക്കേറിയ ഒരു ജംഗ്ഷനിൽ സ്ഥാപിച്ചു. എന്നിട്ട് ഒരു കുറിപ്പ് ആ ചിത്രത്തോടൊപ്പം എഴുതി വെച്ചു. ഈ പെയിന്റിംഗിൽ എന്തെങ്കിലും തെറ്റ് കണ്ടെത്തിയാൽ അവിടെ ഒരു അടയാളം ഇടുക. വൈകുന്നേരം പെയിന്റിംഗ് പരിശോധിക്കാനെത്തിയ ചിത്രകാരന്റെ ഹൃദയം പക്ഷെ തകർന്നുപോയി. 100 കണക്കിന് അടയാളങ്ങളാണ് കാഴ്ചക്കാർ ആ ചിത്രത്തിൽ വരച്ചിട്ട് പോയത്. തെറ്റ് കണ്ടാൽ അടയാളപ്പെടുത്താനല്ലേ പറഞ്ഞത്? എല്ലാവരും തെറ്റ് കണ്ടുപിടിച്ചു, കുറവ് കണ്ടുപിടിച്ചു. എന്നിട്ട് അത് അവിടെ വരച്ചും കുത്തിയും അടയാളപ്പെടുത്തിപ്പോയി. തന്റെ കഴിവിലുള്ള വിശ്വാസം ചോർന്നുപോയ ആ യുവചിത്രകാരൻ അന്നത്തോടെ പെയിന്റിംഗ് തന്നെ നിർത്തി. മാസങ്ങൾ കഴിഞ്ഞും ആ സംഭവം ഉണ്ടാക്കിയ വിഷാദത്തിൽ നിന്ന് അവന് പുറത്തു കടക്കാൻ കഴിഞ്ഞില്ല. ഇത് കണ്ട് വിഷമം തോന്നിയ അയാളുടെ അമ്മ അവനോട് ഒരു പുതിയൊരു ആശയം പങ്കുവച്ചു. അതേ ജംഗ്ഷനിൽ വീണ്ടും ഒരു പെയിന്റിംഗ് വെക്കുക. ഇത്തവണ കുറച്ചുകൂടി വ്യത്യസ്തമായ ഒരു കുറിപ്പായിരിക്കണം കേട്ടോ. ചിത്രകാരൻ സമ്മതിച്ചു. അവൻ വേഗത്തിൽ മികച്ചൊരു പെയിന്റിംഗ് പൂർത്തിയാക്കി. രാവിലെ തന്നെ അതേ ജംഗ്ഷനിൽ പെയിന്റിംഗ് കൊണ്ടുവച്ചു. കുറിപ്പായി ഇങ്ങനെ എഴുതി വെച്ചു: ഈ പെയിന്റിംഗിൽ എന്തെങ്കിലും തെറ്റ് കണ്ടെത്തുന്നവർ അത് തിരുത്തുക. വൈകുന്നേരം പെയിന്റിംഗ് പരിശോധിക്കാൻ യുവചിത്രകാരനും അമ്മയും ജംഗ്ഷനിൽ വീണ്ടും പോയി. രണ്ടുപേരും അത്ഭുതപ്പെട്ടു. പെയിന്റിംഗ് രാവിലെ സ്ഥാപിച്ച അതുപോലെ തന്നെയുണ്ട്. ആരും ഒരു തിരുത്തും അടയാളപ്പെടുത്തിയിട്ടില്ല. ആരും അത് മെച്ചപ്പെടുത്താൻ ശ്രമിച്ചിട്ടുമില്ല. മകന്റെ സന്തോഷം കണ്ട് അമ്മ പറഞ്ഞു: മകനെ, ലോകത്തിനൊരു നിയമമുണ്ട്. വിമർശിക്കുക, കളിയാക്കുക, ഇതെല്ലാം വളരെ എളുപ്പമുള്ള കാര്യമാണ്. അതേതു മനുഷ്യനും വേഗത്തിൽ സാധിക്കും. നിന്റെ തെറ്റും കുറവും കണ്ടെത്താൻ ആർക്കാ പറ്റാത്തത്? എന്നാൽ വളരെ കുറച്ച് ആളുകൾക്ക് മാത്രമേ ക്രിയാത്മകമായ പിന്തുണ നൽകാനാണ്. തെറ്റുകളെ ശരിയിലേക്ക് നയിക്കാനാണ്. സ്വയം മെച്ചപ്പെടുത്താൻ കഴിവോ അറിവോ ഇല്ലാത്തവർ മറ്റുള്ളവരുടെ തെറ്റുകൾ കണ്ടെത്താനും അവരെ അപമാനിക്കാനും മാത്രം ശ്രമിച്ചുകൊണ്ടേയിരിക്കും. അത്തരക്കാരുടെ അഭിപ്രായങ്ങളെ ഒരിക്കലും നിങ്ങൾ മുഖവിലേക്ക് എടുക്കരുത്. നമ്മുടെ തെറ്റുകൾ ഉയർത്തിക്കാട്ടുന്ന ശബ്ദങ്ങളെയല്ല, മികവിനായി പരിശ്രമിക്കാൻ നമ്മളെ പ്രചോദിപ്പിക്കുന്ന മനുഷ്യരെ മാത്രം പരിഗണിക്കുക. നിങ്ങളുടെ കൂടെ കൂട്ടുക. നിങ്ങളുടെ കൂട്ടുകാരിലും ചിലരുണ്ടാവും. നിങ്ങളുടെ തൊഴിലിടങ്ങളിൽ, നിങ്ങളുടെ സൗഹൃദ വലയങ്ങളിൽ, നിങ്ങളുടെ പ്രണയബന്ധങ്ങളിൽ എന്ത് ചെയ്താലും കുറ്റം മാത്രം പറയുന്ന കുറച്ച് മനുഷ്യർ. അവരെ അങ്ങോട്ട് മാറ്റി നിർത്തുക. പക്ഷേ നിങ്ങളിൽ കുറ്റമുണ്ടെങ്കിലും ആ കുറ്റം കുറ്റമായി നിങ്ങളുടെ മുന്നിൽ പറയാതെ, ഇന്നത് ചെയ്താൽ കുറച്ചുകൂടി നന്നായിരിക്കും, നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്താലോ എന്നു പറഞ്ഞ് നിങ്ങളെ പ്രതിഭയുടെ തീരെ തടയിക്കാൻ ശ്രമിക്കുന്ന മനുഷ്യരുമുണ്ട്. സ്വപ്നങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും കഴിവിനെ കെട്ടിപ്പടുക്കാൻ സഹായിക്കുന്നവരെയും ചെയ്യുന്നവരെ അന്വേഷിക്കുക. യഥാർത്ഥ വളർച്ചയ്ക്കായി നിങ്ങളെ സഹായിക്കുന്നവർ അഭിനന്ദിക്കുക മാത്രമല്ല, നിങ്ങളുടെ കഴിവിനെ കൂടുതൽ മികവുള്ളതാക്കാൻ സഹായിക്കുന്നവരുമായിരിക്കും. നിങ്ങളുടെ വെളിച്ചം കെടുത്താൻ വിമർശകരെ അനുവദിക്കരുത്.